ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റമദാൻ സീരീസ് ഡേ 3ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഇഫ്താർ സ്പെഷ്യൽ റെസിപ്പി നല്ലൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ചിക്കൻ കറിയാണ്. നല്ല പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും പത്തിരിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ ആദ്യം നമുക്ക് അതിനൊരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ ഒരു 1/4 കപ്പ് തേങ്ങയിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ബദാമും പിന്നെ 2-3 ഏലക്കയും ഒരു കഷ്ണം പട്ടയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇനി ചിക്കൻ നന്നായി കഴുകി കുറച്ച് നേരം ഉപ്പും കുറച്ച് സുർക്കയും ഒഴിച്ച് നമ്മൾ വെള്ളത്തിൽ 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കണം. അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ചിക്കനൊക്കെ നന്നായി സോഫ്റ്റ് ആവാനാണ്. എന്നിട്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതും കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഉള്ളി പൊരിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സവാള ഡയറക്റ്റ് ചേർക്കാതെ ഇങ്ങനെ പൊരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ ഏകദേശം ഒരു 4 മീഡിയം ടൈപ്പ് സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു പിടി മല്ലിയിലയും ഒരു പിടി പുതിനയിലയും ചിക്കനിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ച തേങ്ങയുടെ മിക്സും 2-3 ടേബിൾ സ്പൂൺ യോഗർട്ടും ചേർത്ത് നന്നായി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. നമ്മളിതിൽ തക്കാളി ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ പുളിപ്പിന് ആവശ്യമായിട്ടുള്ള ചെറുനാരങ്ങ നീര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഫുള്ള് ചെറുനാരങ്ങയുടെ നീര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിലും അതുപോലെ ഒരു 2-3 ടേബിൾ സ്പൂണ് നെയ്യും കൂടെ ഞാനിതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നെങ്കിൽ ഓവർനൈറ്റ് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ മോർണിംഗ് മസാല ഇട്ട് വെച്ചിട്ട് ഈവനിങ് നമുക്കിത് കുക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാൻ മോർണിംഗ് മസാല ഇട്ട് ഈവനിങ് ആണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനതൊന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് അടുപ്പിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മൂടി വെച്ച് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറിയിൽ നിന്നൊക്കെ ഗ്രേവിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വെള്ളം ആവശ്യമായിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ ഗ്രേവി വേണം എന്നുള്ളവർക്ക് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അടച്ച് വെച്ച് ചിക്കൻ നന്നായി കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറിയാണ്. ഇനി ഫൈനലി കുറച്ച് മല്ലിയില കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. കുക്കിംഗ് ടൈം അധികം ഒന്നും എടുക്കില്ല. നമുക്ക് ആ ഉള്ളി പൊരിക്കേണ്ട ടൈം മാത്രമേ എടുക്കുള്ളൂ. വളരെ ഈസിയും നല്ല ടേസ്റ്റിയുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ അടുത്ത ഇഫ്താർ സ്പെഷ്യൽ ഒരു അവിൽ മിൽക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിൽ മിൽക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഞാനിവിടെ 5-6 ചെറുപഴം എടുത്ത് ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായി ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പഴമൊക്കെ നന്നായി ഒന്ന് മാഷായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അവിൽ മിൽക്ക് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഗ്ലാസ്സിലേക്ക് നമുക്ക് മാഷ് ചെയ്ത പഴമൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ലെവൽ ചെയ്തെടുക്കാം. ഞാൻ അതിൻ്റെ മേലെ പൊരിയയിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് സെക്കൻഡ് ലെയറായിട്ട് 2 ഗ്ലാസ്സിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് നിലക്കടല റോസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ വേറെ കാഷ്യൂസും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നിലക്കടലയ്ക്ക് പകരം നിങ്ങൾക്ക് കടലമിഠായി ആഡ് ചെയ്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ചെറി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയുടെ ഒപ്പം നിങ്ങൾക്ക് പല കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടിയും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ബൂസ്റ്റ് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് നല്ല തണുത്ത പാല് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഫൈനലി ഞാൻ കുറച്ച് ഡെക്കറേഷന് വേണ്ടി കുറച്ച് ബൂസ്റ്റ് പൊടിയും കൂടെ മേലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്ത 2 റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.